മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങളുമായി പോകുന്നത് കോട്ടയം ജില്ലയിൽ മണർകാടിന് സമീപം ഓറവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതായത് കോട്ടയം അയർക്കുന്നം പാല റോഡിലേക്കാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുക. ഓറവയ്ക്കൽ ഹൈവേയിൽ നിന്ന് ഒരു 600-700 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി, അതും ബസ് റോഡാണ്. ബസ് റോഡിൽ നിന്നും പറയുവാണെങ്കിൽ ഒരു 300 മീറ്ററൊക്കെ അകത്തേക്ക് കയറിയാൽ മതി. അത്രയും സൗകര്യപ്രദമായ രീതിയിൽ ഒരു 7 സെന്റ് സ്ഥലത്തിൽ ഒരു 2 നില വീട് നിങ്ങൾക്കായി പണി പൂർത്തിയാക്കി കിടപ്പുണ്ട്. അതിനെ സ്വന്തമാക്കുവാനായിട്ടുള്ള ഭാഗ്യവാൻ ആര് എന്നാണ് ഇന്ന് മീനച്ചിൽ ഹോംസ് വഴി നമ്മൾ നോക്കുക. ഈ വീട് സ്ഥലവും സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കുക, വന്ന് കാണുക. വീടും സ്ഥലവും ഇഷ്ടമായാൽ നമുക്ക് വില നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിച്ച് നമുക്ക് സ്വന്തമാക്കാം ഈ വീട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ചോദിക്കുന്ന വില 70 ലക്ഷം രൂപ മാത്രം. നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. കോട്ടയം ബേസ് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതായത് ടൗൺ ബേസ് ചെയ്ത് ജോലി ചെയ്യുന്നവർ, കളക്ട്രേറ്റിലാവട്ടെ, കഞ്ഞിക്കുഴി, കളത്തിപ്പടി ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. ഒത്തിരി ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് വരുന്ന ഒരു മേഖലയാണ് കഞ്ഞിക്കുഴി, കളത്തിപ്പടി, കളക്ട്രേറ്റ്, സംക്രാന്തി, കാരിത്താസ് അല്ലെങ്കിൽ ഈ ഒരു ചുറ്റുവട്ടമൊക്കെ. ഇവിടെ നിന്നൊക്കെ ഈസി ആയിട്ട് വന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത്. വീട് സ്ഥലം ഇഷ്ടമാണെങ്കിൽ വിളിക്കാൻ ഫോൺ നമ്പർ മറക്കരുത്. മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ എപ്പോഴും ഫോണിൽ സേവ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് കോട്ടയം ജില്ലയിൽ മണർകാടിന് സമീപം ഓറവയ്ക്കലേക്കാണ്. മണർകാട് അയർക്കുന്നം റൂട്ടിലുള്ള സ്ഥലമാണ് ഓറവയ്ക്കൽ. മണർകാട് ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം മാറിക്കഴിയുമ്പോൾ ഓറവയ്ക്കൽ എന്ന് പറയുന്നൊരു സിറ്റിയുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷന് സമീപത്തേക്കാണ് നിങ്ങളെയുമായി ഇന്ന് മീനച്ചിൽ ഹോംസ് പോകുന്നത്. ടാർ റോഡ് സൈഡിലാണ്. ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു 700-800 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന, അതും ബസ് റൂട്ടായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 2 നില വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ്. 7 സെൻറ്റ് സ്ഥലവും 3 ബെഡ്റൂം അറ്റാച്ച്ഡ് 2200 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് നമ്മൾ ക്യാമറയുമായി ഇന്ന് കടന്നു ചെന്നിരിക്കുന്നത്. മീനച്ചിൽ ഹോംസിൻ്റെ ക്യാമറ ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഓറവയ്ക്കലിലൂടെയാണ്. നല്ലൊരു രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്. ഇവിടെ നമുക്ക് നല്ല ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ചെടിയൊക്കെ വെച്ചേക്കുന്നതിൻ്റെ ആ ഒരു രീതികളൊക്കെ നല്ല ഭംഗിയാണ്. കാരണം ഒരു വീപ്പ വെച്ചിട്ട് അതിനകത്തേക്കാണ് പ്ലാവൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ വേര് പൊട്ടി വന്ന മിറ്റമെല്ലാം ഇതാകാതിരിക്കാനായിട്ട് ചെടി വലുതാകുന്ന സമയത്തും അങ്ങനത്തെ ഒരു പ്രത്യേക ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു കൃഷി രീതിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. പണികൾ 100% പൂർത്തിയായില്ല. ഒരു 95% ഫിനിഷ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രാനൈറ്റ് സിറ്റ് ഔട്ടിൽ ഇട്ടിരിക്കുന്നു. നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറുകയാണ്. വലുപ്പമുള്ളൊരു കാർ പോർച്ചുണ്ട്. ഏത് വണ്ടിയും ഈസിയായിട്ട് കടന്നു വരാവുന്ന രീതിയിലുള്ള റോഡ് ആക്സസ് ആണ് നമുക്ക് ഈ വീട്ടിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം എപ്പോക്സിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ സ്വീകരണമുറിയിൽ നിന്ന് നമ്മൾ നേരെ ലൈറ്റ്, ഫാൻസി ലൈറ്റ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. 70 ലക്ഷം രൂപയാണ് ചോദിച്ചാൽ നെഗോഷിയേഷനുള്ള പ്രൈസാണ് ഇവിടെ നമുക്ക് കിട്ടുക. ഇവിടെ നിന്ന് നമ്മളുടെ സ്റ്റെയർ കേസ് കയറി നമുക്ക് മുകളിലേക്ക് പോകാനായിട്ടുള്ള വഴി ഇവിടുന്നാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ചെറിയൊരു വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ചെറിയ ടേബിൾ പോലെ ആ വർക്കുകളൊക്കെ ചെയ്ത് അവിടെയൊക്കെ നമ്മൾ ഫ്ലവറോ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന രീതിയിലൊരു പ്രത്യേക രീതിയിലുള്ളൊരു വർക്കുകളാണ് അവിടെ നടക്കുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഫാൻസി ലൈറ്റ്, ഒരു ഫാന്. അതാണ് എല്ലാ ബെഡ്റൂമിലും ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം അവിടെ ചെയ്തിരിക്കുന്ന ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡാണ്. ചൂടുവെള്ളത്തിൻ്റെ ലൈൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് നമ്മൾ ഇവിടെ ഈ ടോയ്ലറ്റ് കാണുക.
കോട്ടയം ടൗണിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ഈസിയാണ് ഇങ്ങോട്ടേക്ക് വരുവാനായിട്ട്. അപ്പോൾ കോട്ടയം കഞ്ഞിക്കുഴി ഭാഗത്തു നിന്നൊക്കെ, കഞ്ഞിക്കുഴി, കളത്തിപ്പിടി അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ, മണർകാട്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, കാരിത്താസ് ഭാഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് വീട്ടിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് കട്ട് വഴികളൊക്കെ ഒത്തിരിയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ലൊക്കേഷനാണ്. അതുകൊണ്ട് തന്നെ കോട്ടയം ബേസ് ചെയ്ത് വീട് ആഗ്രഹിക്കുന്നവർക്ക് ഉടൻ തന്നെ വിളിച്ച് നേരിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് ഇവിടെ. എനിവേ ഇവിടുന്ന് നമ്മൾ നേരെ ആ ബെഡ്റൂം കണ്ടിട്ട് നമ്മൾ നേരെ ഇറങ്ങുന്നത് അടുത്ത ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിലേക്ക് നേരെ വന്നു. നല്ല വലിപ്പമേറിയ ഡൈനിങ് ഹാളാണ്. മണിക്കൂറിൽ ലഭ്യമായ പൈപ്പ് ലൈനാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സ്. രണ്ടാമത് ഇവിടെ എല്ലാ വീടുകൾക്കും, ഒരു 3 വീടുകൾ 4 വീടുകൾക്ക് കൂടി കോമൺ ആയിട്ട് ഒരു ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന രീതിയിൽ ഒരു വെള്ളം കിട്ടുന്ന രീതിയിലുള്ളൊരു കിണർ കൂടിയുണ്ട്. ഉടമസ്ഥൻ പറയുമായിരുന്നു, ഇപ്പോഴും അതിൽ 2 ആൾ വെള്ളം കിടപ്പുണ്ട്. ഈ കടുത്ത വേനൽക്കാലത്തും നമ്മൾ ഒന്നടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വെള്ളം വീണ്ടും വന്ന് നിറയുന്ന നല്ല ജലസ്രോതസ്സുള്ള ഒരു കിണർ തന്നെയാണ് എന്ന് ഉടമസ്ഥൻ പറയുകയായിരുന്നു. അപ്പോൾ അത്രയും നല്ലൊരു കിണർ, സൗകര്യങ്ങൾ എല്ലാമുള്ള നല്ലൊരു വീട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ കിച്ചണിലേക്ക് ഇറങ്ങുകയാണ്. കിച്ചണിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നല്ല വലിപ്പമേറിയ ഗംഭീരമായൊരു കിച്ചണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നല്ല കബോർഡ് വർക്കുകൾ, മൾട്ടിവുഡിൻ്റെ കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. മൾട്ടിവുഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചെതല് പിടിക്കില്ല. ഈ കുത്തലെടുക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലേ, അതായത് തടിയൊക്കെ ആണെങ്കിൽ കാതലില്ലാത്ത അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ തടികളൊക്കെ ഇട്ട് നമ്മൾ പണിത് കഴിഞ്ഞാൽ തടി പെട്ടെന്ന് കുത്തലെടുക്കുക എന്ന് പറയും. അങ്ങനെ കുത്തലെടുക്കുന്ന സ്വഭാവങ്ങൾ, കാര്യങ്ങൾ, അതൊക്കെ വേസ്റ്റായി പോകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മൾട്ടിവുഡ് ആണെങ്കിൽ. അത് അതിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവ് വശമാണ്. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡിലെ മുറ്റം. വീണ്ടും നമ്മൾ കിച്ചണ്, വർക്ക് ഏരിയ എല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോവുകയാണ്. ന്യായമായ രീതിയിൽ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യം. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. സ്റ്റെയർ കേസിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട്. വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നാലും ബെഡ്റൂമുകളിലേക്ക് കയറാത്ത രീതിയിൽ സൗകര്യപ്രദമായ രീതിയിൽ ഒരു കോമൺ ടോയ്ലറ്റൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ താഴത്തെ നിലയുടെ ദൃശ്യങ്ങൾ കണ്ടു. ഇനി മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ വേഗം കടന്നു ചെല്ലുകയാണ്. ഒരു വുഡിൻ്റെ ഫിനിഷിങ് വരുന്ന രീതിയിലുള്ള ടൈലുകളാണ് സ്റ്റെയർ കേസിന് എടുത്തിരിക്കുന്നത്. ഗ്രിപ്പുള്ള ടൈലുകളാണ്, തെന്നി വീഴാത്ത ടൈലുകളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലത്തെ നിലയിലേക്ക് വന്നു. ഒരു ഫാമിലി ലിവിങ് ഏരിയ, അതായത് ഒരു ഹോള് നമുക്കിവിടെ കാണാൻ പറ്റി. അതൊരു ഫാമിലി ലിവിങ് ഏരിയയാണ്. ഇനി 1-2 ബെഡ്റൂമുകൾ കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രൊവിഷനാണ് ഇവിടെ കാണുന്നത്. ചുറ്റോട് ചുറ്റും ഉള്ളതൊക്കെ നല്ല വീടുകൾ, തൊട്ട് ചേർന്ന് വീടുകളല്ല. ബാക്കിലൊക്കെ കാണാൻ നമുക്ക് ചെറിയൊരു റബ്ബർ തോട്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസി ഉള്ളൊരു മേഖലയാണ്. നല്ല വീടുകളുള്ളൊരു ലൊക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മുടേതായൊരു നല്ലൊരു ഫാമിലിയായിട്ട് ജീവിക്കുമ്പോഴൊക്കെ നല്ല അയൽവാക്കങ്ങൾ വേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും നമ്മുടെ അകത്തേക്ക് കയറി, വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ അടുത്ത ഒരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണുവാനായിട്ട് കയറുകയാണ്. അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ലോണിൻ്റെ പ്രൊവിഷനൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കൂടുതൽ അറിയേണ്ടവർക്ക് നമ്മുടെ മുൻ വീഡിയോകൾ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ കോട്ടയം ടൗൺ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ലൊരു വീട്, നല്ലൊരു ലൊക്കേഷൻ, അത് തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് പറയുവാനായിട്ടുള്ളത്.
അപ്പോൾ ഈ വീടും സ്ഥലവും നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക. അപ്പോൾ മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് നേരിൽ വന്ന് കാണാം. ഏത് സമയത്തും വന്ന് കാണാം. എല്ലാ സമയത്തും നിങ്ങളെ പ്രോപ്പർട്ടി കാണിക്കുവാനുമായിട്ട് നമ്മുടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നിങ്ങൾക്ക് വരാം. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി മീനച്ചൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നല്ല നല്ല കമൻറ്റുകൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ല വീടുകൾ സ്വന്തമാക്കുവാനായിട്ട് എപ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒക്കെ ഉപകാരപ്പെടും. അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.